ഇനി വലിയ കഥ ഒന്നും ഒന്നും ഇങ്ങനെ ബേപ്പൂർ സുൽത്താന്റെ ഇനി വലിയ കഥ ഒറ്റക്കണ്ണൻ പോക്കറേ നിങ്ങൾ കണ്ടീലോ ഒറ്റക്കണ്ണൻ പോക്കറേ നിങ്ങൾ കണ്ടീലോ ആനവാരി രാമൻ നായർ വെട്ടുകാരി മൂഞ്ഞു തുക്കുരീശ് തോമാവിന്റെ മണ്ടൻ. ഞാൻ പാത്തുമ്മ, ബഷീറിന്റെ പെങ്ങള്. ഞാന് ആനമക്കാരന്റെ പൊന്നാര മോള. എൻ്റെ ഉപ്പാക്കൊക്കെ ഒരു ഒരു ആനുണ്ടായിരുന്നു, ഒരു വലിയ കൊമ്പനാന. നമ്മളെ പാത്തുമ്മ, നമ്മൾ ഇക്കാലറിയൂലേ ബഷീർ, മൂപ്പര് വലിയ എഴുത്തുകാരനാ. മൂപ്പര് നമ്മളെ കുറച്ച് എഴുതിട്ടുണ്ട്. പാത്തുമ്മയുടെ ആട്. നമ്മളെ പേര് പാത്തുമ്മ. നമുക്കൊരു ഇക്കാറ്റുണ്ട് ബഷീര്. മൂപ്പര് വലിയ എഴുത്തുകാരനായിരുന്നു. മൂപ്പര് നമ്മളെ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പാത്തുമ്മന്റെ ആട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാ? ഞാനാണ് പാത്തുമ്മ, ബഷീർ ഖാന്റെ പെങ്ങളാ. എന്റെ മോളാണ് ഖദീജ. എനിക്കൊരു ആടുണ്ട് ഉമ്മാന്റെ അടുത്താ. പറയാ ഇക്കാക്കാന്റെ പുസ്തകം മുഴുവൻ ആട് എന്ന്. എന്റെ ആടെങ്ങനെ ചെയ്യോ? പാത്തുമ്മ, നമുക്കൊരു ഇക്കാക്കിയുണ്ട്. ഇക്കാക്കയുടെ പേര് ബഷീർ. മൂപ്പര് വലിയ എഴുത്തുകാരനായിരുന്നു. മൂപ്പര് നമ്മളെ കുറച്ചൊക്കെ എഴുതുമായിരുന്നു. പാത്തുമ്മയുടെ ആട്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ. ഞാൻ തന്നെയാണ് പൂവും, ഞാൻ തന്നെയാണ് തോട്ടം. പാത്തുമ്മാന്റെ ആട് പണ്ട് തോളിലെത്തിയ പാട്. ആടിനെ കണ്ടോ? ആടിനെ ഇഷ്ടണ്ടോ? അയാളിനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എന്റെ പേര് കാത്തു, ബഷീർ ഖാന്റെ പെങ്ങള്. എന്റെ പാവാൻ വൈകുന്നുണ്ടോ? ഞാൻ കുറച്ച് ചപ്പ് അല്ല, ഇവിടെ എന്റെ ആടിന് കല്യാണം കൊടുത്തില്ല. നിങ്ങൾ എന്തായാലും ആരാണ് അവിടെ ചൂളടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. ആരാ അവിടെ? ഞാനാ ബഷീര്. 2 കൊല്ലമായിട്ട് ഞാൻ ജയിലില. എന്താ പേര്? നാരായണി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ? എല്ലാവർക്കും കൊടുക്കും. നാരായണയുടെ എന്റെയും പേരിൽ. എന്നെ മാത്രം സ്നേഹിക്കുവോ? എന്താ നാരായണി ഇത്ര സംശയം? ഇവിടെ എന്നേക്കാൾ സുന്ദരിമാരുണ്ട്. ഞാൻ വലിയ സുന്ദരിയൊന്നും അല്ല. എല്ലാരും നേരത്തെ വന്നില്ലേ? ഞാൻ വരാൻ ഇത്തിരി നേരം വൈകിപ്പോയി. അയ്യോ, ആരൊന്നും വിചാരിക്കരുത് ട്ടോ. എന്താ എല്ലാരും എന്നെ നോക്കുന്നത്? എന്നെ മനസ്സിലായില്ലേ? ഞാനാ സൈനബ, മുച്ചിട്ട് കളിക്കാരന്റെ മകൾ സൈനബ. ആരറിയണ്ട, ആരുമില്ലാതെ വഴക്കുണ്ടാക്കും. പണമൊന്നും വേണ്ട, നമ്മുടെ ഖദീജക്ക് കുറച്ചുകൂടി കമ്മല് മതി.
കൊച്ചിക്ക് അറിയണ്ട, അബു അറിയണ്ട, ഉമ്മയെ അറിയേ വേണ്ട. ഒരു പൊന്നിന്റെ കമ്മല് മതി. നമ്മളങ്ങോട്ട് പോയിക്കോട്ടെ. നമ്മള് വരാൻ ഇത്തിരി വൈകിപ്പോയി. നമ്മള് മനസ്സിലായില്ലേ, നമ്മള് സൈനവ, കളിക്കാരന്റെ മോള് സൈനവ. അബു അപ്പ നമ്മളെ കണ്ണട. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? എന്താ മിണ്ടാത്തെ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ. എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചതും ഞാനായിരിക്കും, കരഞ്ഞതും ഞാനായിരിക്കും. കാരണം അതെല്ലാം എന്റെ അനുഭവങ്ങളായിരുന്നു. ആരാ അവിടെ ചൂളം അടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പോ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാൾ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ. എന്താ മജീദേത് നീക്കളതാ? നീക്കോ? ഇതെവിടെന്നാ? അത്തമാവിൽ കുറെ മാങ്ങകൾ ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം നിനക്ക് തന്നതാ. മജീദേ, എന്തോ സുഖം? ഒന്നത്രയാ ഇമ്മിനി വലിയ ഉമ്മി. മജീദേ, എന്തോ സുഖം? ഒന്നത്രയാ ഇമ്മിനി വലിയ ഉമ്മി. നിങ്ങളെല്ലാരും നേരത്തെ വന്നല്ലേ? ഞാൻ വരാൻ ഇച്ചിരി നേരം വൈകി. നിങ്ങളാരും ഒന്നും വിചാരിക്കരുതേ. നിങ്ങളെന്താ നമ്മൾ ഇങ്ങനെ നോക്കണത്? എന്നെ മനസ്സിലായില്ലേ? ഞാൻ സൈനബ. അതെ, അത് തന്നെ, മുച്ചീട്ട് കളിക്കാരൻ മകൾ സൈനബ തന്നെ. അല്ല, എന്റെ ആടിനെ പള്ള വയ്ക്കുന്നുണ്ട്. വെക്കപ്പോട്ടെ. തിരിച്ചിട്ടൊരു മുത്തൊളി പാത്തുമ്മ. ആരൊക്കെയാ? നിങ്ങൾ എന്റെ ആടീന് കഞ്ഞിവെള്ളം കൊടുത്തില്ല? ഓളൊരു കഞ്ഞോളം. എൻ്റെ ആടേ ബഷീർ ഖാന്റെ പുസ്തകവും കടലാസും സകലമാന ചണ്ടിപ്പണ്ടാരങ്ങളും തിന്ന് തീർത്ത് ഇനിയിപ്പൊ കഞ്ഞിവെള്ളില്ലാറ്റ. കിതാബിൽ ഞാൻ നിനക്കൊരു ലേഖനം വെച്ചു, അത് വീട്ടുകാരറിഞ്ഞപ്പോൾ പിന്നെ നിന്റെ ഓത്തും നിലച്ചു. എന്താണ് പാത്തുമട ആടാണ്? എന്താ ദുർദ്യം? നിങ്ങൾക്കെന്നെ മനസ്സിലായോ? ഞാൻ ബഷീറിന്റെ ബാല്യകാല സഖിയിലെ സുഹറ. പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മ. അതെ, ഞാൻ പാത്തുമ്മ, ബഷീറിന്റെ പെങ്ങളാ. നിങ്ങളെന്റെ ആടിനെ കണ്ടു. പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മ. അവളുടെ രംഗുണരുന്ന കിനാവിലുദിച്ചത് റംസാൻ പിറയുമ്മ.
ചുട്ടു വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മ, അവളുടെ മുത്തൊളി പാത്തുമ്മ. നമ്മൾ പാത്തുമ്മ, ഞാൻ ബഷീർ കാക്കാന്റെ പെങ്ങളാ. എല്ലാരും നേരത്തെ വന്നല്ലേ, നമ്മൾ വരാൻ ഇത്തിരി വൈകിപ്പോയി. ഷോ, ഒന്നും വിചാരിക്കല്ലേട്ടോ. അല്ല, നിങ്ങളെന്താ ഞമ്മളെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ഞമ്മളെ മനസ്സിലായില്ല? ഞമ്മളെ സൈനബ. ആണേ, അതന്നെ, മുച്ചിട്ട് കളിക്കാരന്റെ മകൾ സൈനബന്നെ. ഇന്ന് ജൂലൈ 5, ബഷീറിന്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മ, അവളുടെ രംഗുണരുന്ന കിനാവിലുദിച്ചത് റംസാൻ തിരയുമ്മ. അല്ല, നിങ്ങൾ എന്റെ മജീദിനെ കണ്ട? മജീദ്, വലിക്കൊക്കെ ആരും അറിയണ്ട, പരമ രഹസ്യായിക്കോട്ടെ. ഉമ്മ ചെറിയക്കാക്കെ അബു ഒട്ടും അറിയണ്ട. തല്ല് പിടിക്കേ, നമ്മളെ കല്ലിതാക്കി 2 കമ്മല മതി, ഒന്നിന്റെ മതിട്ട് അവേ വേണേ. മക്കളെ, ഞാൻ നിങ്ങളുടെ പാത്തുമ്മ താത്ത. എന്റെ ഇക്കാക്കാണ് നിങ്ങൾ അറിയോ? ബഷീർ കാക്ക, ബേപ്പൂർ സുൽത്താന്. ബഷീർ കാന്റെ ബുക്കൊക്കെ എടുത്തേക്ക് വായിക്കണേ, എന്നാലേ നല്ല കുട്ടികളാവുള്ളൂ. അല്ല, നിങ്ങൾ എന്റെ ആടുകളെ കണ്ടേക്കണ? അല്ല, ബഷീർ ഖാന്റെ ബുക്ക് എടുത്ത്